പാകിസ്ഥാനിലെ സ്കൂളുകളിൽ പോലും ക്രൈസ്തവ വിദ്യാർത്ഥികൾ നേരിടുന്നത് നിരന്തര പീഡനങ്ങൾ. പാകിസ്ഥാനിലെ ഗുജ്റൻവാലയിലുള്ള ഒരു സർക്കാർ പ്രൈമറി സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മറിയം ഹദേത്ത്. ഈ 4ാം ക്ലാസ്സുകാരിക്ക് പറയാനുണ്ട് ചിലത്. തന്റെ സഹപാഠികളിൽ നിന്നും നേരിടേണ്ടി വന്ന നിരന്തര ഉപദ്രവങ്ങളെക്കുറിച്ച്. ക്രൈസ്തവ വിരുദ്ധതയുടെയും വിദ്വേഷത്തിന്റെയും വിഷം കുത്തിവെക്കപ്പെട്ട ബാല്യങ്ങളും കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന അധ്യാപക വൃന്ദവും. ഈ 4ാം ക്ലാസ്സുകാരിയുടെ വാക്കുകൾ ഹൃദയസ്പർശിയാണ്. എന്റെ കൂട്ടുകാർ എന്റെ വിശ്വാസത്തെ മോശമായി പറയുന്നു. ക്രിസ്തുമതം ഒരു നല്ല മതമല്ലെന്നും ഞാൻ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യണമെന്നും അവർ പറയുന്നു. ആഴ്ചകളോളം അതൊരു ഭീഷണിയായി തുടർന്നു. കൊച്ചുമറിയം അതെല്ലാം സഹിക്കാൻ ശ്രമിച്ചു. അവൾ പലതവണ അധ്യാപകരോട് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഒടുവിൽ ക്ഷമ നശിച്ചപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി മുത്തശ്ശിയോട് വിവരം പറഞ്ഞു. അടുത്ത ദിവസം അവളുടെ മുത്തശ്ശി ഹദയത്തിന്റെ അധ്യാപികയെ നേരിൽ കണ്ട് സംസാരിക്കാൻ സ്കൂളിലെത്തി. കാര്യം അന്വേഷിക്കാമെന്ന് അധ്യാപിക പറഞ്ഞെങ്കിലും മുത്തശ്ശി പോയ ഉടനെ അവർ ഹദയത്തിനെ ശകാരിച്ചു. ഇത്തരത്തിൽ വീണ്ടും വീട്ടിൽ പരാതിപ്പെട്ടാൽ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. തന്റെ അധ്യാപികയിൽ നിന്നു പോലുമുള്ള ഈ പ്രതികരണം ഹദയത്തിനെ മാനസികമായി തളർത്തി. ആ കുഞ്ഞിന് സ്കൂളിൽ സുരക്ഷിതമായ ഇടമില്ലാതായി. അവർ അധ്യാപകരല്ലെന്ന് സങ്കടത്തോടെ ഹദയത്തിന്റെ മുത്തശ്ശി പങ്കുവച്ചു. വിദ്യാർത്ഥികളെ വിദ്യ അഭ്യസിപ്പിക്കുന്നതിനു പകരം അവർ ഇസ്ലാം മതവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ സർക്കാർ നിയമിച്ചിരിക്കുന്ന മതപുരോഹിതന്മാരാണ് അവരെന്ന് ആ മുത്തശ്ശി സങ്കടത്തോടെ പങ്കുവച്ചു. ഈ 4ാം ക്ലാസ്സുകാരിയുടെ ദുരവസ്ഥ പാകിസ്ഥാനിൽ പുതിയൊരു സംഭവമല്ല. രാജ്യത്തുടനീളമുള്ള സർക്കാർ സ്കൂളുകളിലെ ക്രൈസ്തവ വിദ്യാർത്ഥികൾ സമാനമായ ആഘാതം നേരിടുന്നു. ക്രൈസ്തവ വിശ്വാസത്തെയും പരിശുദ്ധ ബൈബിളിനെയും തെറ്റായി വ്യാഖ്യാനിക്കാൻ അവർ ക്ലാസ് മുറികൾ ഉപയോഗിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തെ പരിഹസിക്കുകയും യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നതിനാൽ ക്രിസ്ത്യാനികളെ ദൈവദൂഷകർ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ക്രൈസ്തവ വിശ്വാസികളായ കുട്ടികളെ അവരുടെ വിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിക്കാൻ അധ്യാപകർ സമ്മർദ്ദം ചെലുത്തുന്നു. ഇതെല്ലാം സമപ്രായക്കാരായ കുട്ടികളിലും തങ്ങളുടെ സഹപാഠികൾക്ക് നേരെ വിവേചനങ്ങളും പീഡനങ്ങളും അഴിച്ചുവിടാൻ വഴി തുറക്കുന്നു. ഒന്നിച്ചു കളിച്ചും ഒന്നിച്ച് പഠിച്ചും മുന്നേറേണ്ട പ്രായത്തിൽ സഹപാഠികളെ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന ബാല്യങ്ങൾ പാകിസ്ഥാൻ സ്കൂളുകളിൽ സ്ഥിരം കാഴ്ചകളാകുന്നു. ഭക്ഷണം പങ്കിട്ടാൽ ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചാൽ പാപമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ബാല്യങ്ങൾ. പാകിസ്ഥാന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു വിഷവിത്തിനെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ സർക്കാർ ഈ വിവേചന രീതിക്ക് നേരെ കണ്ണടയ്ക്കുന്നു. ഒരു ബാച്ചിലേഴ്സ് ബിരുദം പൂർത്തിയാക്കാൻ ഇസ്ലാം ഒരു നിർബന്ധിത വിഷയമാണ്. എല്ലാ വിദ്യാർത്ഥികളും അവരുടെ വിശ്വാസം പരിഗണിക്കാതെ അത് പഠിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു. വിദ്യാഭ്യാസം ശാക്തീകരിക്കാനുള്ളതാണ്, അപമാനിക്കാനുള്ളതല്ല. അത് ഭാവി കെട്ടിപ്പടുക്കാനുള്ളതാണ്, വ്യക്തിത്വങ്ങളെ തകർക്കാനുള്ളതല്ല. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളോട് വിവേചനം കാണിക്കുന്നതിൽ നിന്നും അധ്യാപകരെ വിലക്കാൻ പാകിസ്ഥാൻ അടിയന്തരമായി ഇടപെടണം. പാകിസ്ഥാൻ ഈ അനീതികൾ തുടർന്നാൽ ക്ലാസ് മുറികളിൽ ഉണങ്ങാത്ത മുറിവുകളുമായി ഹദയത്തിനെ പോലുള്ള കുട്ടികൾ വളർന്നുവരും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കേന ന്യൂസ്.